ഞാൻ നിസ്രത് ബീഗം ലക്ഷദ്വീപ് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആന്ധ്രാദ്വീപിൽ വാഴ കൃഷി വളരെ വിജയകരമായി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇന്ന് നമ്മളോടൊപ്പം ജലാലുദ്ദീൻ. അദ്ദേഹത്തിന്റെ കാർഷിക രീതികളും അനുഭവങ്ങളും നമുക്ക് വിശദമായി ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് വാഴ കൃഷിയിലേക്ക് ആദ്യമായിട്ട് തിരിഞ്ഞത്? വാഴക്കൃഷി മാത്രമല്ല, വാഴക്കൃഷി മറ്റ് ഇടവേള കൃഷിയായിട്ടും പല കൃഷികളും ഇവിടെ കാലങ്ങൾ 10-15 വർഷത്തോളം ഞാൻ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലക്ഷദ്വീപിന്റെ കണ്ടീഷനനുസരിച്ച് വാഴക്കൃഷിയായാലും എന്ത് കൃഷിയായാലും തെങ്ങ് കൃഷിയേക്കാളും മെച്ചമുള്ള കാര്യമില്ല. എന്നാലും അത് ഇടവേള കൃഷിയായിട്ടാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മറ്റേ ലാഭകരമാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര ഏരിയ ഉണ്ട്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, ഏതൊക്കെ വെറൈറ്റി ഉണ്ട്, അതിനെ കുറിച്ച്? ഇവിടെ ഈ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് 1 ഏക്കർ സ്ഥലം ഇട്ടത്. 1 ഏക്കർ സ്ഥലത്ത് മറ്റേ ഒരു നേന്ത്രവാഴ ഒരു 70 എണ്ണം ഉണ്ട്, റോബസ്റ്റ ഒരു 100 എണ്ണം ഉണ്ട്, പിന്നെ മൈസൂർ ഉണ്ട്, പിന്നെ വാമങ്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. വാമങ്കാളി എന്ന് പറയുന്ന ഒരു വാഴയുണ്ട്. അത് ഇവിടെ ലക്ഷദ്വീപിൽ അവിടെ അധികം പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളർന്ന ഒരു വാഴയാണ്. അപ്പൊ ആ വാഴയുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഒരു 10-300 വാഴ കൃഷി ഈ ഏരിയയിൽ കാണും. അതുപോലെ തന്നെ പപ്പായ അവിടെ ആ ഭാഗത്ത് നമ്മൾ മറ്റേ വാഴ വെച്ചിട്ട് സക്സസ് ആയില്ല. കാരണം അവിടെ മണ്ണ് ഭയങ്കര നീർവാർച്ചയാണ്. ആ നീർവാർച്ച അനുസരിച്ച് അത് അവിടെ വാഴ സക്സസ് ആകാത്തതുകൊണ്ടാണ് പപ്പായ കൃഷി ഇവിടുത്തെ കൃഷി ഓഫീസറും അതിന്റെ അധികൃതരും ശുപാർശ ചെയ്തതനുസരിച്ച് അത് വെച്ചപ്പോൾ അതിപ്പോ സക്സസ് ആയെന്ന് തോന്നുന്നു. പക്ഷെ ഇനി നാളെന്താവുമെന്ന് അറിയില്ല. കൂടുതൽ കൃഷി രീതികളിലോട്ട് വരികയാണെങ്കിൽ വളം പ്രധാനമായിട്ടും നമ്മുടെ മണ്ണിൽ വളക്കൂറ് കുറവാണല്ലോ. അപ്പൊ ഇവിടെ കൃഷി ചെയ്യാൻ ഇത്ര സക്സസ്ഫുള്ളി കൃഷി ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വളങ്ങളാണ് താങ്കൾ ചെയ്യുന്നത്? നമ്മൾ ലക്ഷദ്വീപ് കണ്ടീഷനിൽ സമൃദ്ധമായിട്ട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. ആ മീൻ കിട്ടുന്ന അതിന്റെ വേസ്റ്റ് നമ്മൾ ആരും ഉപയോഗിക്കാതെ അവിടെയും ഇവിടെയും കാക്കയും പൂച്ചയും വെച്ച് അതൊരു ജീർണിച്ച് അവിടെ മറ്റ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു രൂപത്തിലായതുകൊണ്ട് ആ വേസ്റ്റ് തന്നെ നമ്മൾ ശേഖരിച്ച് മറ്റേ വളമാക്കി എടുക്കുകയാണെങ്കിൽ, അതായത് ആ വളം ഉണ്ടാക്കുന്ന രീതിയെ പറ്റി ഞാൻ സംസാരിക്കാം. നമ്മളായി കിട്ടുന്ന കരിയില, മറ്റ് ഇലകള്, എന്ത് ഇലകളായാലും അതൊക്കെ ചപ്പുചവറുകളെല്ലാം വാരിയിട്ട് ചീമക്കൊന്ന് എന്ത് വില ആയാലും അതൊക്കെ ഇട്ട് ഈ മറ്റേ മീൻ വേസ്റ്റും കോഴിയിട്ട് ഇട്ടിട്ട് അല്പം മണ്ണിട്ട് മൂടിയിട്ട് അത് ഒന്ന് താർപ്പ കൊണ്ട് ബന്ധമാക്കുക. താർപ്പ കൊണ്ട് ബന്ധാക്കുന്നതിന്റെ കാര്യം ഭയങ്കര സ്മെല്ല് ഉണ്ടാവും. ആ സ്മെല്ല് അധികം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് ഇത് താർപ്പയിട്ട് ആക്കുന്നത്. ഒരു 5 മാസം കഴിയുമ്പോഴത്തേക്കും അത് വളരെ സക്സസ് ആയിട്ട് ഇതാവുന്നതാണ്. ഞാൻ ഇവിടെ വാഴയിലൊക്കെ മുഴുവൻ അതാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മളെ പിണ്ടിപ്പുഴു മറ്റേ കീടങ്ങൾ പോലുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരുപാട് മറ്റേ മാറ്റങ്ങളും സക്സസ് ആയിട്ട് കാണുന്നുണ്ട്. വാഴ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് താങ്കൾ എങ്ങനെയാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എത്ര വിളവ് കിട്ടും? ലാഭകരമാണോ? എങ്ങനെയാണ് അതിന്റെ വിൽപ്പനയും കാര്യങ്ങളും? വാഴ കൃഷി അത്യാവശ്യം ലാഭകരമാണ്. എന്നാൽ നമ്മൾ ഈ രീതിയിലുള്ള വളങ്ങളൊക്കെ ചേർക്കുന്നതനുസരിച്ച് നമുക്ക് അത്ര എക്സ്പെൻസ് ഉണ്ടാവുന്നില്ല. വണ്ടി ചാർജും മറ്റ് സാധനങ്ങളും അല്ലാതെ ഈ മറ്റേ മീൻ വേസ്റ്റ് ആയാലും മറ്റേ കോളിക്കാട്ടമായാലും അതൊക്കെ നമ്മൾ ഇവിടെ സമൃദ്ധമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അധികം മറ്റേ ലേബർ കാശ് മറ്റേ എക്സ്പെൻസ് വരുന്നില്ല. ആ എക്സ്പെൻസ് അനുസരിച്ച് അത് ഈ വാഴക്കൃഷിയിൽ എന്തായാലും നമുക്ക് സക്സസ് ആവുന്നതാണ്. ഇതിന്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ നമ്മള് വാഴക്കൃഷി ഒരു ഫ്ലോട്ട് മുഴുവൻ ഒന്നിച്ചു വെച്ചിട്ടുള്ള കൃഷി രീതികളല്ല. അത് എല്ലാ ദിവസവും ഒരേ കൊല അനുസരിച്ച് കിട്ടുന്ന രൂപത്തിലാണ് വാഴക്കൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. അധികവും നമ്മള് തെങ്ങിന്റെ ഇടയിലുള്ള വാഴക്കൃഷിയും ആയതുകൊണ്ട് തന്നെ അവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ വെച്ചു പോകുന്നതാണ്. അത് അല്ലാതെ ഇവിടെ ഒരുപാട് ലാൻഡുകളോ സ്ഥലങ്ങളോ
പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറവാണ്. അതിന്റെ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് അതേ സമയത്ത് ഓരോ എണ്ണം വച്ച് പോകുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരേ കൊല കിട്ടിക്കൊണ്ടിരിക്കും. ഈ കൊല നമ്മളെ ഇവിടെ കടയിൽ എവിടെ കൊടുത്താലും നമുക്ക് ഇവിടുന്ന് നല്ലപോലെ മാർക്കറ്റ് ആയി കിട്ടുന്നതാണ്. ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ വെല്ലുവിളികളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടായത്? വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെല്ലുവിളി ഉണ്ടാകാറില്ല. ഈ കാറ്റിന്റെ ഇത് ഈ ഏരിയ ഇപ്പൊ ഒരു കാറ്റിന്റെ മറവ് ഏരിയ ആണ്. ചെറിയ മറ്റേ കുന്നുകളും മറ്റേ വൃക്ഷങ്ങളും ആ സൈഡിൽ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ മറ്റേ കാറ്റിന് നല്ലപോലെ ഇതുണ്ട്. എന്നാലും നല്ലപോലെ മറ്റേ പോസ്റ്റ് ചെയ്യേണ്ടി വരും, നല്ലപോലെ പോസ്റ്റ് ചെയ്യേണ്ടി വരും മഴക്കാലത്ത്. പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതെന്നാൽ അങ്ങനെ ഈ പിണ്ടിപ്പുഴിന്റെ ആക്രമണമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വെല്ലുവിളിയായിട്ട് കാണുന്നത്. അത് ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 4 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളെ സോപ്പിന്റെ കഷ്ണങ്ങൾ വെച്ചോ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഈ മണ്ണിര ഇത് മറ്റേ ഇതാക്കിയിട്ട് ഇതില് പൂശി കൊടുക്കുകയോ എല്ലാം ചെയ്താൽ ഇത് നല്ല സക്സസ് ആയിട്ട് കാണും. വാഴ കൃഷിക്കായി കൃഷി ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഉള്ളവർ മാക്സിമം വന്ന് ഞങ്ങളെ ചെടികളും മറ്റും നോക്കി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നന്നായി വരുന്നത്. പ്രത്യേകിച്ച് ആസിഫ് സാറിനെ പോലുള്ള ഇവിടെ ഈ ആന്ധ്രത്തിന്റെ കണ്ടീഷനിൽ ആസിഫ് സാറിനെ പോലുള്ള നല്ല പ്രവർത്തകർ മറ്റേ ഓഫീസേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും പിടിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിലെ പ്രതികൂല സാഹചര്യങ്ങളെയും സ്ഥല പരിമിതിയെയും മറികടന്നുകൊണ്ട് ഓർഗാനിക് കൾട്ടിവേഷനിലൂടെ വാഴകൃഷി വളരെ വിജയകരമാക്കാം എന്നതിന് ഒരു ഉദാഹരണമാണ് ജലാലുദ്ദീൻ. വാഴകൃഷി നേരിടുന്ന 1-2 പ്രധാന പ്രശ്നങ്ങൾ നമ്മൾ നോക്കാം. പ്രധാനമായിട്ട് 2 തരം രോഗങ്ങളാണ് വാഴകൃഷിക്ക് വെല്ലുവിളിയാവുന്നത്. ഒന്ന് വൈറസ് മുഖേന വരുന്ന രോഗങ്ങളും അതേപോലെ കീടങ്ങളും, അതായത് തടതുരപ്പൻ പുഴു എന്ന കീടവുമാണ്. വൈറസ് രോഗങ്ങളെ തടയാനായിട്ട് വൈറസ് ഇൻഡെക്സിംഗ് ചെയ്ത ടിഷ്യൂ കൾച്ചർ വാഴകൾ നടാനായി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ കന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂചിക്കന്ന് എന്നറിയപ്പെടുന്ന ഇലകൾ വാളുപോലിരിക്കുന്ന കന്നുകൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇത് ചാണകത്തിൽ മുക്കി തണലിൽ വെച്ചുണക്കി അതിനെ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തടതുരപ്പൻ പുഴുവിനെ നേരിടാനായി 4-ാം മാസം മുതൽ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. തടതുരപ്പൻ പുഴു എന്നറിയപ്പെടുന്നത് ചെല്ലിവർഗത്തിൽപ്പെട്ട ഒരു വണ്ടാണ്. ഇതിനെ തടയാനായി 4-ാം മാസം മുതൽ വേപ്പിൻ കുരു പൊടിച്ചത് ഇലക്കവിളുകളിൽ നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിമാവിരകൾ അടങ്ങിയ കടാവർ ഒരു വാഴയ്ക്ക് 4 എണ്ണം എന്ന തോതിൽ ഇലക്കവിളുകളിൽ 4 മാസം മുതൽ നിക്ഷേപിക്കുക. 4, 5, 6 കൂടാതെ 8-ാം മാസവും ഈ വിധത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൂടാതെ ബ്യുവേരിയ ബാസിയാന ഉപയോഗിച്ചും നമുക്ക് ഈ കീടത്തിനെ നിയന്ത്രിക്കാനാവുന്നതാണ്. ഇതിനായി വാഴത്തണ്ട് നടുകെ കീറി അതിൽ ബ്യുവേരിയ ബാസിയാന പേസ്റ്റ് ചെയ്ത് ഇത് കൃഷിയിടങ്ങളിൽ അവിടെവിടെയായിട്ട് വെക്കേണ്ടതാണ്. ഇതിലേക്ക് തടതുരപ്പൻ പുഴു അട്രാക്ട് ചെയ്തു വരികയും അതുമൂലം ഇതിന്റെ ശല്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഈ കൃഷി രീതികൾ മാതൃകയാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വാഴകൃഷി ലക്ഷദ്വീപിൽ വളരെ വിജയകരമായി ചെയ്യാവുന്നതാണ്.